ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് മുഴുവൻ കോഴി പൊരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മുളക് ചുടുവെള്ളത്തിലിട്ട് വെക്കാം. ഞാനിവിടെ ചില്ലി ഫ്ലേക്സാണ് എടുത്തത്. ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കോഴിക്ക് എരിവിന് ആവശ്യമുള്ള ആ മുളക് കുറച്ച് ചുടുവെള്ളവും കുറച്ച് വിനീഗറും കൂടെ ഒഴിക്കുക. പിന്നെ അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. ഒരു 2.5 സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി ഫുള്ളായിട്ട് ഉള്ള ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് പിന്നെ വെള്ളമൊക്കെ വാലാൻ വെച്ച ശേഷം അതിൻ്റെ കാലൊന്നിങ്ങനെ കൂട്ടി കെട്ടി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ വേവുമ്പോൾ അതിങ്ങനെ വിടർന്ന് വരും. അപ്പോൾ കൂട്ടി കെട്ടി കൊടുത്ത ശേഷം ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കത്തി വെച്ചിട്ട് നന്നായി കുത്തി ഓട്ടാക്കുക എല്ലായിടും മസാല ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. അപ്പോൾ നമ്മുടെ അവിടെ തന്നെ ഉണ്ടായ ഇഞ്ചിയാണ് ഇട്ടത്. അപ്പോൾ അത് കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ അതിനൊന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും അതേപോലെ കുറച്ച് പുതിനയില ഇട്ടു. പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂണും വലിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂണും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. പച്ച മല്ലിപ്പൊടിയാണ് ഇട്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഇടുക. അതേപോലെ പിന്നെ വേണ്ടത് ചിക്കൻ ആവശ്യമുള്ള അത്ര ഉപ്പാണ്. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്നില്ല മുളക്, വിനീഗറൊക്കെ ഒഴിച്ചിട്ട് അത് ചേർക്കാം. അപ്പോൾ വിനീഗർ കൂട്ടാത്ത ആൾക്കാരാണെങ്കിൽ ഇതിന് പകരം ഈ സമയത്ത് തൈര് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് തൈരൊക്കെ ഇതിൻ്റെ കൂടെ ഒഴിക്കണം. പിന്നെ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ഇടാം. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് നല്ല സ്മൂത്തായിട്ട് പേസ്റ്റാക്കി എടുക്കുക. ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി കുത്തി ഓട്ടേക്കാക്കി വെച്ചിരുന്ന ചിക്കനിലേക്ക് നന്നായി പിടിപ്പിക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നമ്മൾ ആ ഫുൾ മസാല ഇതിൽ തേച്ച് കൊടുക്കണം. തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഒരു ഓവർ നൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക. ഇപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കണമെങ്കിൽ തലേദിവസം രാത്രി തന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പോൾ രാത്രി മുഴുവൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണിത്. ഇനി ഇതിനെ നമുക്ക് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വാഴൻ്റെ ഇലയിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ചു. പിന്നെ മുകളിലും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇനി ഞാനിത് പ്രഷർ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ വാഴൻ്റെ ഇലയിൽ പൊതിയണം നിർബന്ധമില്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ള കുക്കർ ഇങ്ങനെ ഹൈറ്റുള്ള കുക്കറാണ്, പരന്ന കുക്കറല്ല. പരന്ന കുക്കറാണെങ്കിൽ നമുക്ക് ചിക്കൻ അങ്ങനെ തന്നെ ഇട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞത് ഹൈറ്റുള്ള പിന്നെ കുക്കറായതുകൊണ്ടാണ്. പിന്നെ ആ ഇല കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇവിടെ ചെറിയ തീയിൽ ഒരു 3 വിസിലടിക്കുന്നവരെ വേവിക്കാം. അതിന് ശേഷം ചൂടാറിയിട്ട് ആവിയൊക്കെ പോയ ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. ആ വാഴൻ്റെ ഇലേൻ്റെ കളറൊക്കെ മാറി കണ്ടില്ലേ. ഇപ്പോൾ ആ ചിക്കൻ അതിൻ്റെ അകത്ത് നല്ല വെന്ത് കുതിർന്ന് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വലിയൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കുറേയൊന്നും വേണ്ട. നമുക്ക് ഇനി ഇത് വെന്ത് കഴിഞ്ഞ ചിക്കനാണല്ലോ, ഒന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി. പിന്നെ ആ ഇലയിലുണ്ടായിരുന്ന മസാലയും ആ കുറച്ച് വെള്ളമൊക്കെ ഇലയിലുള്ള മസാല വെള്ളം നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ അടുപ്പിൽ വെക്കാം. നല്ലോണം ചെറിയ തീയിലല്ല, ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനി അത് അടച്ച് വെച്ചിട്ട് ഒന്ന് മൊരിപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഒന്ന് മൊരിയണ വരെ ഒന്ന് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ മതിയാവും. കാരണം ഓൾറെഡി ഇത് വെന്ത ചിക്കനാണല്ലോ. പിന്നെ ഒന്ന് ശ്രദ്ധിച്ച് അതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ആ സൈഡും കൂടെ ഒന്ന് മൊരിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നല്ല പാകത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് പൊരിച്ച സവാളയാണ്. കുറച്ച് സവാള നേരത്തെ വെച്ചത് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചിട്ട് അതൊന്ന് എണ്ണയിൽ പൊരിച്ച് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക. നല്ല ഒരു മണം വരും ഈ പൊരിച്ച ഉള്ളി ചേർക്കുമ്പോൾ കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.